ഗൾഫിൽ നിന്നൊക്കെ ഞാൻ കേൾക്കുന്ന ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10, 15, 20 വർഷമൊക്കെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ. ഇവരെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. വീട് വെച്ചു, പിള്ളേരുടെ കല്യാണം കഴിഞ്ഞു, ഇതൊക്കെ നടന്നു. ഒരു 2 ലക്ഷം രൂപയുടെ ഒരു ആവശ്യം വന്നാൽ കഴിച്ചില്ല. ഏറ്റവും സങ്കടകരമാണ് ഇതൊക്കെ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇറങ്ങണം എന്ന് പറയാൻ കാരണം? ഈ ആളുകളോട് നിർബന്ധമായിട്ട് ചെയ്യാൻ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ട് ഒരു കുറച്ച് പൈസയൊക്കെ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ എന്താ ഉണ്ടാവുക, ഈ പൈസ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ പുട്ടടിച്ച് പോകും. അതെ, നമ്മൾ നാളത്തേക്ക് നമുക്ക് ഇന്നിപ്പോൾ ഒരു എമർജൻസി ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ആശുപത്രി എക്സ്പെൻസ് വന്നാൽ നമുക്ക് ഉണ്ടാവുക, നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് വന്നാൽ പോലും നമുക്ക് എടുക്കാനായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മളെ എവിടെ നിന്നാണ് ഉണ്ടാവുക, ഒരു സ്ഥലത്തും ചോദിച്ചാൽ കിട്ടത്തില്ല. ഗൾഫിൽ നിന്നൊക്കെ ഞാൻ കേൾക്കുന്ന ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10, 15, 20 വർഷമൊക്കെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ. ഇവരെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. വീട് വെച്ചു, പിള്ളേരുടെ കല്യാണം കഴിഞ്ഞു, ഇതൊക്കെ നടന്നു. ഒരു 2 ലക്ഷം രൂപയുടെ ഒരു ആവശ്യം വന്നാൽ കഴിച്ചില്ല. ഏറ്റവും സങ്കടകരമാണ് ഇതൊക്കെ കേൾക്കുന്നത്.